ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. 10 ഓഫ് കപ്സ് വരുമ്പോൾ ഒരു ഫാമിലി റീയൂണിയനാണ്. ഒന്നുകിൽ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും ഫാമിലി ഉള്ളവരായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. ദാറ്റ് മീൻസ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉൾപ്പെടെയുള്ള റിലേഷൻഷിപ്പുള്ള ബന്ധമായിരുന്നിരിക്കാം. അപ്പോൾ കുട്ടികൾ ഉൾപ്പെടുന്ന ബന്ധമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് തിരിച്ച് അതിൻ്റെ റീയൂണിയനിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ്സാണ്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാർഡാണ്. പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എടുക്കുമ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ്സാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് മീൻസ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ഒരേ സമയം ചെയ്യേണ്ടതായിട്ടുണ്ടാകാം. ചിലപ്പോൾ അയാളുടെ ഫാമിലി, അയാളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അയാളുടെ കരിയർ, അയാളുടേതായ പേഴ്സണൽ മാറ്റേഴ്സ്, അതൊക്കെ അതിലൊരു ഘടകമായിട്ട് തോന്നുന്നുണ്ട്. പല കാര്യങ്ങളിൽ അയാൾ വ്യാപൃതനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമായിട്ടല്ല അയാൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അയാൾക്ക് മറ്റ് പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഫിനാൻഷ്യൽ ഇഷ്യൂസ് നന്നായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അയാൾ അതിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒന്നിലധികം കാര്യങ്ങൾ വ്യാപൃതനാണ് എന്നുള്ളത് അയാളെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്ത് തന്നെയായാലും അത് ഫിനാൻഷ്യൽ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഏത് തന്നെ മേഖലയിലാണ് പുള്ളിക്കാരൻ സ്റ്റക്കായിരിക്കുന്നതെങ്കിലും അതിലൊന്ന് കോൺസ്റ്റൻ്റ് ആകാൻ വേണ്ടിയിട്ട്, ബാലൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും ആകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ 9 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരനിപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ എല്ലാം 9 അല്ലേ, 9 ആണ് എനർജി. അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സക്സസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് അതിനെ കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. പിന്നെ ഇയാൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ഒരു തീരുമാനവും ഇപ്പോൾ നിലവിലെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ 10 ഓഫ് കപ്സിൻ്റെ എനർജി ഫസ്റ്റ് വന്നിട്ടുള്ളത് കൊണ്ട് അയാളുടെ ഉദ്ദേശം റീയൂണിയൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.